ഇനി ഫുഡൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കണ്ടതും കടിച്ചതൊന്നും വാരി വലിച്ച് തിന്നരുത്. ഫ്രൂട്ട് ജ്യൂസ് പോലെ പോഷകങ്ങൾ നിറഞ്ഞ ആഹാരമേ കഴിക്കാവൂ. ആ കുടി, അങ്ങോട്ട് കുടിക്ക്. ഞാൻ പിന്നെ കുടിച്ചോളാം. ഏയ് പോരാ പോരാ, എന്റെ പൊന്നു മോളല്ലേ, തങ്ക കുട്ടിയല്ലേ, എന്നെ മോള് സ്വന്തം അച്ഛനായി കരുത്. കുടിക്കു മോളെ. കുടിക്ക്. കുടിക്കൂ. ആ കുടിക്കു മോളെ. കുടിച്ചോ? ആ മതി. ഏയ് ഒരു വല്ലാത്ത ചുവ. ഇനി ബാക്കി വേസ്റ്റ് ആവില്ലേ? കുടിക്ക് കുടിക്ക് കുടിക്ക്. ധൈര്യമായിട്ട് കുടിക്കൂ. ഒറ്റ വലിക്കാൻ കുടിച്ചോ? ജ്യൂസ് അല്ലേ? മൊത്തം കുടിക്കും മോളെ. മതിയോ? മിന്നുകുട്ടി, അതായത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മുടെ ശോഭനയെ വെച്ച് ഞാനൊരു കഥ പ്ലാൻ ചെയ്തു. ഇത് സിനിമയിൽ. അപ്പോഴാ ശോഭന അഭിനയം മതിയാക്കിയത്. അല്ല, ആ കഥ ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ നിന്നെ വെച്ചെടുക്കാൻ പോവാ. ശോഭനയുടെ സ്ഥാനത്ത് ഇങ്ങോട്ട് നോക്കിയേ, നീ ആയിരിക്കും നായിക. അതെ. എനിക്ക് എന്തോ പോലെ തല ഇറങ്ങുന്നു. ഡോൺ വറി, ഇവിടെ കിടക്കാലോ. വരൂ. ചേച്ചി, നീയോ? നീ എന്താടാ വിഷ്ണു? ഒരു റോള് കിട്ടുമെന്ന് അറിയാൻ വന്നതാ. കുടുംബമായിട്ടങ്ങ് അഭിനയിക്കാമല്ലോ. മിന്നു എവിടെ? അവക്കിപ്പോ മേക്കപ്പ് ടെസ്റ്റാ. കൊച്ചെവിടെന്നാ ചോദിച്ചത്. ഇതാരാ വിമലെ? ഇയാളെന്തിനാ ഇത്രയും ചൂടാകുന്നത്? അയ്യോ, എന്റെ ബ്രദറാ വിഷ്ണു. എടാ, അവള് മോളത്തെ മുറിയിലുണ്ട്. എന്നിട്ട് ചേച്ചി ഇവിടെ നിന്ന് ജ്യൂസ് കുടിക്കണം. അല്ല, എന്താ ഉദ്ദേശം? മോളെ വിറ്റ് കാശുണ്ടാക്കാമെന്നോ? ചീ, അനാവശ്യം പറയുന്നോടാ. ചേച്ചിക്ക് അനാവശ്യം കാണിക്കാം, പറയുന്നതാ കുറ്റം. നീ എന്താ വിഷ്ണു ഇങ്ങനെ തുടങ്ങുന്നേ? എല്ലാ സിനിമാക്കാരും ഒരുപോലാണോ? നല്ല മനുഷ്യരും അക്കൂട്ടത്തിലുണ്ടെന്ന് നീ തന്നെ പറഞ്ഞിട്ടില്ലയോ? നല്ലവരും ഉണ്ട്, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കുറെ ചീത്ത ആൾക്കാരും ഉണ്ട്. അത് മനസ്സിലാക്കണം. ചേച്ചി വാ, റൂം നമ്പർ എത്ര? അയ്യോ, ഇപ്പൊ അങ്ങോട്ട് പോകരുത്, അവിടെ മേക്കപ്പ് ടെസ്റ്റാ. എന്ത് ടെസ്റ്റ് ആയാലും എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. റൂം നമ്പർ എത്രയാ? അതോ ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തി ചോദിപ്പിക്കണോ? അയ്യോ വിമലെ, ഇതെന്താ ഇത്? പോലീസോ? പോലീസിനെ വിളിക്കുന്നത് എന്തിനാ? എന്താ ഈ പറയുന്നത്? നല്ല കാര്യമായി. നീ ചുമ്മാ ബഹളം വയ്ക്കാതെ വിഷ്ണു. റൂം നമ്പർ 102. എന്നാ ചേച്ചി വാ, നമുക്ക് പോയി നോക്കാം. എടാ, വരാനാ പറഞ്ഞു. പോയാ എല്ലാം കുഴപ്പാവും. ഗോപാല, താഴെ കൽപ്പനയും ഈ പെൺകൊച്ചിന്റെ അമ്മയും കാണും. അവരെ കാറി കയറ്റി പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് സന്തോഷിപ്പിക്കും. കൽപ്പനയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഥകി തട്ടി ശല്യപ്പെടുത്തരുത്. ഓക്കെ? ഓക്കെ. നിക്കടാ വിഷ്ണു. എടാ വേണ്ടടാ. ഇവനോട് കാര്യം പറഞ്ഞു. എന്ത് വേണം? മിന്നു എവിടെ? നിങ്ങളാരാ? മിന്നുനെ വിളിക്കാൻ. മേക്കപ്പ് ടെസ്റ്റിനിടെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടെ കൊച്ചിനെ വിളിക്കാൻ. മര്യാദയ്ക്ക് സ്ഥലം വിട്ടോണം, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. എന്താ എടുക്കടാ. എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? അവളെ ആശുപത്രി കൊണ്ടുപോ വിഷ്ണു. ആശുപത്രി കൊണ്ടുപോയ പോലീസ് കേസാവും. നാളത്തെ പത്രങ്ങളെല്ലാം മിന്നുവിന്റെ ഫോട്ടോ വരും. അവക്കൊന്നും പറ്റിയിട്ടില്ല. ജ്യൂസിലോ മറ്റോ മരുന്നിട്ട് കൊടുത്ത് മയക്കി കിടത്തിയിരിക്കുക. എന്റെ ദൈവമേ, സത്യമാണോടാ? ഞാനും സച്ചിയേട്ടനും ചേച്ചിയോട് കെഞ്ചി പറഞ്ഞതല്ലേ, ഈ സമയത്ത് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ മിന്നുവിന്റെ ജീവിതം തന്നെ നശിക്കില്ലായിരുന്നോ?
ഭാഗ്യത്തിന് ചേച്ചി മിന്നു കാറിൽ ഇവിടെ വന്ന് ഇറങ്ങുന്ന അപ്പുകുട്ടൻ കണ്ടു. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് സച്ചിയേട്ടെന്ന് പറഞ്ഞു. എന്റെ മോളെ, മോളെ എണീക്കടി. മോളെ, മോളെ, മിന്നു, മിന്നു, എന്റെ പൊന്നു മോളെ, എണീക്ക് മോളെ, എണീക്ക്. വിഷ്ണു, ഇനി കരഞ്ഞു വിളിച്ചിട്ട് എന്ത് കാര്യം? ഏതായാലും അവക്കൊന്നും പറ്റില്ലല്ലോ. ആ സച്ചിയേട്ടന്റെ മനസ്സിന്റെ നേര് സ്വന്തം അമ്മ ചീത്തയാക്കാൻ ശ്രമിച്ചിട്ടും ചീത്തയായില്ലല്ലോ. എന്റെ പൊന്നു മോനെ, അങ്ങനെ പറയാതെടാ. എന്റെ മോള് ചീത്തയാവാൻ ഞാൻ ആഗ്രഹിക്കൂ. മോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ആ വൃത്തികെട്ട സ്ത്രീ എന്നെ പറഞ്ഞു മയക്കിയതാ. മോളെ, എണീക്ക് മോളെ. അയ്യോ. മതി, ഇനി കരച്ചിലും പിടിച്ചിലും ഒക്കെ വീട്ടിൽ ചെന്നിട്ടാവാം. മോളെ, അയ്യോ, എന്താ ഇത്? മിന്നുവിന് എന്താ അസുഖം? അസുഖമൊന്നുമില്ല, ഒരു ചെറിയ മയക്കം. അമ്മൂമ്മ ബഹളം വെച്ച ആളെ കൂട്ടണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ. ഏ? സീരിയൽ ഷൂട്ടിംഗ് എന്നും പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെ ഇവിടുന്ന് പോയത്? എന്താ കുഞ്ഞു പേടിക്കാൻ കാരണം? വല്ല പ്രേത സീരിയലോ മറ്റാണോ? ഞങ്ങള് ഷൂട്ടിങ്ങിനൊന്നും അല്ല പോയത്. ഇനി ഇപ്പൊ തെണ്ടി കുത്തുവാള എടുത്താലും എന്റെ മോളെ ഞാൻ സീരിയൽ സിനിമയ്ക്ക് ഒന്നും ഇടാൻ പോകുന്നില്ല. അപ്പൊ പോയ സ്ഥലത്ത് എന്തോ അക്കടി പറ്റിയിട്ടുണ്ട്. അമ്മൂമ്മ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട, ഇവിടെ ആർക്കും ഒരു അക്കടിയും പറ്റിയിട്ടില്ല. നീ പറഞ്ഞാ ശരി. വിമലേ, നീ കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്ന് ആ കുഞ്ഞിന്റെ മുഖത്ത് തളിക്ക്. വേപ്പിന്റെ ഒരു ചെറിയ കമ്പ് ഇലയോടുകൂടി ഒടിച്ചോണ്ടൊന്ന് അവളുടെ തലകാണിയുടെ അടിയിൽ വയ്ക്ക്. അല്പം മുളകും കടുകും ഉപ്പും കൂടെ കയ്യിലെടുത്ത് മിന്നൂനെ ഉഴിഞ്ഞ് അടുപ്പിലിട്. ദൃഷ്ടിദോഷമായിരിക്കും, മാറിക്കോ. എന്റെ ഹനുമാൻ സ്വാമി, മിന്നുമോക്ക് ഉടനെ ബോധം തെളിഞ്ഞ അടുത്ത വ്യാഴാഴ്ച തന്നെ ഒരു വടമാല കഴിച്ചേക്കാം. ആഞ്ജനേയ സ്വാമിയേ. അമ്മൂമ്മേ, രാവിലെ മിന്നിച്ചേച്ചിയും വല്യമ്മയും കൂടി സീരിയൽ ഡയറക്ടറിന്റെ കാറിൽ കയറി പോയില്ലേ? ആ, ഇപ്പതാ അമ്മാവനും വല്യമ്മയും കൂടെ മിന്നിച്ചേച്ചി ഓട്ടയെ കൊണ്ടുവന്നു. അതിന് മിന്നിച്ചേച്ചിക്ക് ബോധമില്ല. ബോധമില്ലെന്നു മിന്നുനു? ദേ, അവിടെ ഇവിടെ നിന്ന് വല്ലതും ഒളിച്ചു കേട്ടിട്ട് എന്നോടൊന്നും ഇല്ലാവനും പറഞ്ഞോണ്ടല്ലോ. ഞാൻ സത്യാ പറഞ്ഞേ, ഇല്ലെങ്കിൽ അമ്മൂമ്മ പോയി നോക്ക്. അയ്യോ, എന്റെ ദൈവമേ, അയ്യോ. എടി എന്ത്യാനിച്ചി, എന്റെ കുഞ്ഞിനെ കൊണ്ട് ഇനി എന്തോ ഇതടി. ഇങ്ങോട്ട് ഇറങ്ങി വാടി. വിമലേ, നിന്നോടാ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. നോക്കിക്കോ, നിങ്ങളുടെ കുഞ്ഞോ? ഞാൻ പെറ്റ കൊച്ചെങ്ങനെയാ നിങ്ങളുടെ കുഞ്ഞാവുന്നേ? മാറി ഇക്കടെ ഇങ്ങോട്ട്. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. എന്റെ വീട്ടിനകത്ത് നിങ്ങൾ കയറണ്ട, എന്റെ കുഞ്ഞിനെയും കാണണ്ട. നിന്റെ വീടോ? ഞാൻ എഴുതി തന്നോണ്ടല്ലേ ഇത് നിന്റെ വീടായത്. ഇതിനകത്ത് കയറാനേ എനിക്ക് നിന്റെ അവകാശം ഒന്നും വേണ്ട. മാറി ഇങ്ങോട്ട്. ദേ, ചവിട്ട് ഞാൻ ഇങ്ങോട്ട്. അത്രയ്ക്കായി. അയ്യോ മോളെ മിന്നു, കണ്ണു തുറക്ക് മോളെ. മോളെ, നിന്റെ അമ്മൂമ്മയാ വിളിക്കുന്നത്. അയ്യോ, എന്റെ മോക്ക് എന്ത് പറ്റി? മോളെ, കണ്ണു തുറക്ക് മോളെ. അയ്യോ, എന്ത് പറ്റിയെന്ന്. അവക്കൊരു അസുഖമില്ല മോളെ. കുഞ്ഞു ഭയന്ന് പോയതാ. ആ ഭയം ക്രമേണ അങ്ങ് മാറും. അമ്മ കിടന്ന് വേളം വെക്കണ്ട. മോളെ, അതിനിടയ്ക്ക് സച്ചേട്ടൻ അങ്ങോട്ട് പോയി. സച്ചേട്ടാ, സച്ചേട്ടാ, സച്ചേട്ടാ. ചേട്ടാ, ഇന്ന് ഓഫീസ് പോലല്ലോ, പിന്നെ എവിടെ പോയി? സച്ചേട്ടാ, നീ ഏത് സച്ചിയെ അന്വേഷിക്കുന്നത്? നിന്റെ ഭർത്താവ് സച്ചിദാനന്ദനെ തന്നെയാണോ? ഇതെന്ത് ചോദ്യം അമ്മൂമ്മ ചോദിക്കുന്നേ? എനിക്ക് എന്റെ മിന്നുവിന്റെ അച്ഛനല്ലാതെ വേറെ ഏത് സച്ചേട്ടനാ ഉള്ളത്? ആ സച്ചിയാണ് നീ അന്വേഷിക്കുന്നെങ്കിൽ അവൻ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? പിന്നെ എവിടെ പോയി? അവന്റെ വാക്ക് ധിക്കരിച്ച് നീ നിന്റെ മോളെയും കൊണ്ട് ആ ഡയറക്ടർ അയച്ച കാറിക്കരി പോയില്ലേ? നീ പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഷർട്ടും മുണ്ടും ഫയലും പുസ്തകവും ഒക്കെ പെട്ടിയിലാക്കി അവൻ സ്ഥലം വിട്ടു.
എങ്ങോട്ട്? അത് നീ അവനോട് തന്നെ ചോദിക്കണം. സദാസമയം കലിതുള്ളുന്ന ഭാര്യയുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന ഭർത്താവ് ഷണ്ണനാണെന്ന് അവള് വിചാരിക്കും. എന്നിട്ട് അവന്റെ തലയെ കയറിയിരിക്കും. താങ്ങാനാവാതെ വരുമ്പോ അവൻ ആ ഭാരം വലിച്ചെറിഞ്ഞിട്ട് അവന്റെ പാട്ടിന് പോകും. പെണ്ണ് ഭൂമിയോളം ക്ഷമിക്കണമെന്നാ പ്രമാണം. ഇവിടെ നിന്റെ ഭർത്താവല്ലേ ഭൂമിയോളം ക്ഷമിച്ചത്? എന്നിട്ടും നീ അവനെ ചവിട്ടിക്കും. അനുഭവിച്ചോ? എന്റെ മോളെ വിമലെ, സൂര്യന്റെ ചൂട് എത്ര കൂടിയാലും ഉരുകാത്ത മഞ്ഞ് കൈലാസ പർവ്വതത്തിന്റെ ഉച്ചിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ ശിവൻ താമസിക്കുന്നത് കൈലാസത്തിന് മേലെയാണെന്ന് നമ്മൾ പറയുന്നത്. ഇല്ല, എന്ത് വന്നാലും എന്നെ മിന്നോളെയും തനിച്ചാക്കി സച്ചേട്ടൻ എങ്ങോട്ടും പോവില്ല. സച്ചേട്ടാ, 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 ഇതെവിടെ കയറി ഒളിച്ചിരിക്കുന്നു? സച്ചേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ. സച്ചേട്ടാ, സച്ചേട്ടാ, ഇതെവിടെ പോയി? സച്ചേട്ടാ, 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 സച്ചേട്ടാ പോയോ? സച്ചേട്ടാ, 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 അയ്യോ, എന്നെ ഇട്ടു പോയോ? സച്ചേട്ടാ, സച്ചേട്ടാ, അയ്യോ, എനിക്കിനി ആരുമില്ല, എനിക്കിനി ആരുമില്ല, എനിക്ക് ആരുമില്ല. നീ ഇടന്ന് ഇങ്ങനെ കരയാതെ ഒന്ന് ക്ഷമിക്കേ. സാരല്ല, സാരല്ല. എന്തിനാ ചേച്ചി എന്തായി കാണിക്കുന്നത്? എണീക്ക്. ആ. എന്ത് ഭ്രാന്താ ചേച്ചി കാണിക്കുന്നത്? ആരുണ്ട്? എന്റെ മോക്കിനി ആരുണ്ട്? എന്തിനാ കിടന്ന് വിളിക്കുന്നേ? എന്റെ മോനെ വിഷ്ണു, ചേച്ചി എനിക്ക് ചേച്ചി എന്തായി കാണിക്കുന്നേ? സമാധാനപ്പെട്. ഒന്ന് സമാധാനപ്പെടും. എന്റെ മോക്കിനി ആരുമില്ലടാ. അറിയാതെ സച്ചേട്ടൻ വരും. സച്ചേട്ടനെ വിളിച്ചോണ്ടിരാ. ചേച്ചി സമാധാനപ്പെടും. നീ കരയാതെ, കരയാതെ. കരയാവാ. എന്നെ കളഞ്ഞിട്ട് പോയി. അമ്മേ, അമ്മേ, കാര്യമായ പാചകത്തിലാണല്ലോ. ഇതെന്തുവാ ഇംഗ്ലീഷ് സ്റ്റൈലിലാണല്ലോ സച്ചി ചേട്ടൻ? അല്ല, ഈ പിണങ്ങി വേറെ മാറി താമസിക്കുന്നത് ഇംഗ്ലീഷ് സ്റ്റൈലാണല്ലോ. കല്യാണം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നത് ആ ഇംഗ്ലീഷ് സ്റ്റൈൽ. ഇതല്ലേ മലയാളം സ്റ്റൈൽ, ഉടക്കി വേറെ വേറെ താമസിക്കുന്നത്. ആ അപ്പോൾ എനിക്ക് ഒരു ബുൾസൈഡ് ഉണ്ടാക്കാം. അയ്യോ എന്റെ പൊന്ന് ചേട്ടാ, ഈ നട്ടുച്ചയ്ക്ക് ബുൾസൈ തിന്ന എന്റെ വയറടഞ്ഞു പോകും. പിന്നെ വീട്ടിൽ ചെന്ന ഒരു വക കഴിക്കാൻ പറ്റത്തില്ല. വെച്ച് വെച്ച ചോറ് ബാക്കിയായ പിന്നെ അമ്മയുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കണം. ചേട്ടൻ കഴിക്ക്. അല്ല ഇതെന്താ ചോറൊന്നും വെക്കുന്നില്ലേ? ഇന്ന് ഞാൻ ചോറ് വെച്ചില്ല, ഓഫീസില്ലാത്ത ദിവസമല്ലേ. രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിൽ ചെന്നു. അപ്പൊ അവിടെ ഗീതാജ്ഞാന യജ്ഞം. അത് കേട്ടങ്ങ് നിന്നുപോയി. ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളൂ. അല്ല അപ്പുക്കുട്ടൻ എന്താ ഈ വഴിക്ക്? ഈ വഴി കണ്ടുപിടിക്കാൻ പറ്റ പാട് എനിക്കറിയാം. ഞാൻ വെറുതെ വന്നതാ. സച്ചേട്ടൻ ബന്ധം വഴിയാണെങ്കിൽ നമുക്കൊരു കോള് നോക്കാന്ന് കരുതി. അല്ല നല്ല കിളി പോലത്തെ പെമ്പിള്ളാരുണ്ട്. ഒന്ന് ആലോചിക്കട്ടെ, സച്ചേട്ടന് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. യുവ മധ്യവയസ്കൻ സുമുഖൻ. പോടാ, നിന്റെ തമാശ കൊള്ളാം. സത്യം പറഞ്ഞ ഞാൻ കുറെ ദിവസം കൂടിയാ ഇങ്ങനെ ചിരിക്കുന്നത്. ചേട്ടന് മാത്രമല്ല വിമലേച്ചിക്കും നല്ല ആലോചനകൾ ഞാൻ കൊണ്ടുവരാം. നല്ല ഒന്നാം തരം ബ്രൈഡ് ഗ്രൂംസ് എൻ്റെ പക്കലുണ്ട്.
ആലോചിക്കുമ്പം വല്ല സിനിമക്കാരെ ആലോചിച്ചാൽ മതി. അതായിരിക്കും അവൾക്ക് താല്പര്യം. ആ, നീ ഇങ്ങനെ അതും ഇതും പറഞ്ഞ് എന്നെ ഇളക്കാനൊന്നും നോക്കണ്ട. ഞാനങ്ങനെ പെട്ടെന്ന് ഇളകുന്ന സ്വഭാവക്കാരനൊന്നും അല്ല. അല്ല, അതെനിക്കറിയാം. ഇളകിയ ഒരിളക്കമാണെന്നും അറിയാം. അതല്ലെങ്കിൽ പിന്നെ വായിൽ കൈയിട്ട് നോക്കിയ നാക്കൊണ്ടോന്ന് അറിയാൻ പറ്റാത്ത നിങ്ങളെങ്ങനെ ഇങ്ങനെ ഒരു കടുങ്കൈക്ക് തയ്യാറായി? അല്ല, നിങ്ങൾ ഈ പ്രായത്തിൽ ഇതെന്തോ ഭാവിച്ചാ സച്ചേട്ടാ? കാര്യം വിമലേച്ചിക്ക് കുറച്ച് വിവരക്കേടുണ്ട്. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോരാതൊക്കെ വണ്ണം അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ഇങ്ങനെ വേറെ മുറിയെടുത്ത് നട്ടുച്ചയ്ക്ക് ഉണക്ക റൊട്ടിയും തിന്ന് കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? വീട്ടിൽ ചെന്ന് താമസിക്കുന്നതല്ലേ നല്ലത്. ചേട്ടന് വേണമെങ്കിൽ ഞാൻ കൂട്ടുവരാം, ഞാൻ കൊണ്ടാക്കാം. ഇറങ്ങി പോരാൻ അറിയാമെങ്കിൽ തിരിച്ചു പോകാനും എനിക്കറിയാം. പോകേണ്ട സമയത്ത് ഞാൻ തിരിച്ചു പോയിക്കോളാം. അതെന്നാ മോളുടെ കല്യാണത്തിൻ്റെ അന്നാ നിങ്ങളിങ്ങനെ കണ്ണി ചോരയില്ല പെരുമാറാറ് സച്ചേട്ടാ? കണ്ണി ചോരയില്ലാതെ പെരുമാറിയത് ആരാ അപ്പുക്കുട്ട? ഞാൻ ഒരുപാട് സഹിച്ചു. പണമില്ലാത്തതിൻ്റെ പേരിൽ, പത്രാസില്ലാത്തതിൻ്റെ പേരിൽ ഓരോ ദിവസവും അവൾ എന്നെ കൂടുതൽ കൂടുതൽ താഴ്ത്തി കെട്ടി. അവളുടെ അമ്മയും അനിയത്തിയും ഓരോരുത്തരും എന്നോട് മോശമായി പെരുമാറി. ഞാനതെല്ലാം സഹിച്ചു. പക്ഷേ അവസാനം എൻ്റെ മകളുടെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിന് വിലയില്ലാതായപ്പോ നീ തന്നെ പറയണം. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നീ? ഓ, ഇങ്ങനെയുള്ള വലിയ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാത്തത് കൊണ്ടാ ഞാൻ പെണ്ണ് കെട്ടാതെ മറ്റുള്ളവരെ കെട്ടിക്കാൻ നടക്കുന്നത്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളുടെ ഭാര്യയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ആലോചിച്ചാൽ എനിക്ക് വട്ടുപിടിക്കും. ഒരു 100 കല്യാണം നടത്തിക്കൊടുത്ത അറിവ് വെച്ച് പറയുക, ബന്ധം പിരിയാൻ എളുപ്പമാണ്, പക്ഷെ പിരിഞ്ഞത് കൂട്ടിച്ചേർക്കാൻ എളുപ്പമല്ല. ചെറുപ്പമാണെങ്കിൽ പിന്നെയും പോട്ട്, പിന്നെ ഒരു കൂട്ട് കണ്ടുപിടിക്കാം. പക്ഷേ ഈ പ്രായത്തിൽ അത് എളുപ്പമല്ല. ഇനിയിപ്പം അഥവാ ഒരു കൂട്ട് കിട്ടിയാൽ തന്നെ ഈ പ്രായക്കാരെല്ലാം ഒരു വലിയ മാറാപ്പുമായിട്ടായിരിക്കും വരുന്നത്. അല്ല, ഈ പഴയ അനുഭവങ്ങളുടെ മാറാപ്പേ. എന്തിനാ സച്ചേട്ടെ സാഹസം? അവിടെ ആ വിമലേച്ചും കൊച്ചും കിടന്ന് കഷ്ടപ്പെടുന്നു. അവർക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ വകയില്ല. അതും വിഷ്ണുവിൻ്റെ തലയിലാ. അവനാണെങ്കിൽ പാവം. നിങ്ങൾക്ക് അവനെ ഓർത്തെങ്കിലും ക്ഷമിച്ചൂടെ? വിഷ്ണുവിനെ ഓർക്കുമ്പോൾ സഹതാപം ഇല്ലാഞ്ഞിട്ടല്ല പൂക്കുട്ട, പക്ഷെ വയ്യ. ഒരാൾ എത്ര കാലം ക്ഷമിക്കും? എത്രത്തോളം അഭിമാനം പണയം വെക്കും? എൻ്റെ മകളുടെ ഭാവിയാണ് എനിക്ക് വലുത്. അവളെ കണ്ട ഹോട്ടലുകളിലൊക്കെ സംവിധായകർക്ക് കാഴ്ചവെക്കാൻ ഒരമ്മ നടക്കാന്ന് പറഞ്ഞ, ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ മകളെ ഓർത്ത് മാത്രമാണ്. നിങ്ങൾ ഇങ്ങനെ പിരിഞ്ഞ് ജീവിച്ച മകളുടെ ജീവിതം മെച്ചപ്പെടുവോ? ഇതെന്റെ ഒരു സ്വയം ശിക്ഷിക്കലാണ്. എനിക്ക് എന്നെ തന്നെ ശിക്ഷിക്കണം. അത്രയും വിചാരിച്ചാൽ പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്. ആങ്ങളമാരും നാത്തുമാരും തമ്മിലടി